ഇന്നൊരു വെറൈറ്റി ടൊമാറ്റോ റൈസാണ് വെക്കുന്നത്. ഒരു കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർക്കാം. അതും ചേർത്ത് ഒന്നിളക്കിയ ശേഷം ഒരു 2 സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കുക. സവാള വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ എരിക്കാവശ്യമായ പച്ചമുളകും 1 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു 4 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർക്കണം. അതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എരിക്കാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അത് രണ്ടും ചേർത്ത് പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് 4.5 ഗ്ലാസ് വെള്ളവും ചേർക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇതിലേക്ക് ചേർക്കാം. അരിയൊക്കെ ചേർത്തതിന് ശേഷം ഞാനിതിൻ്റെ കൂടെ ഫ്രോസൺ ഗ്രീൻ ബീൻസും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ചേർക്കാം. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ടാവും. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും വെക്കാം. ആവിയെല്ലാം പോയി കഴിഞ്ഞ് നമുക്ക് കുക്കർ തുറക്കാം. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ബൈ.